Hi, hello, namaskaram. This is Sai Lakshmi, and today I am here for a clarification video. Satyam പറഞ്ഞാൽ this is the last video about this topic. ഞാൻ ഈ ടോപ്പിക്കിൽ ചെയ്യുന്ന ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാനിത് ഡിലീറ്റ് ചെയ്യും. ഞാൻ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാനൊരു 1 day ബാക്ക് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ I just posted a birthday post for him and അതിൻ്റെ താഴെ വന്ന കുറച്ച് കമൻറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ കുറേ കമൻറ്റ്സ് വന്നു. കുറേ കമൻറ്റ്സ് സപ്പോർട്ട് ചെയ്ത് വന്നു. ഇഗ്നോർ നെഗറ്റീവ് കമൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നു. ആൻഡ് കുറേ പേര് വിഷ് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറേ പേര് പ്രാഗിക്കൊണ്ടൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ ലൈക്ക് ദിസ്. ടൂ മച്ച് ബാഡ്. കാരണം ഒരാളുടെ ലൈഫിലേക്ക് എത്തി നോക്കി നടക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ സൊസൈറ്റിയിൽ പലതും. ഇപ്പം എൻ്റെ കേസിൽ എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല, അവന് പ്രശ്നമില്ല, അവൻ്റെ വീട്ടിൽ പ്രശ്നമില്ല, വേറെ ആർക്കും പ്രശ്നമില്ല. ഞങ്ങളെ അറിയാവുന്ന ആർക്കും ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇപ്പം ആരാണെന്ന് പറഞ്ഞാലും, ഞാനാണെങ്കിലും അവനാണെങ്കിലും ആരാണെങ്കിലും ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയി നിൽക്കുന്നവർ കംപ്ലീറ്റും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ബട്ട് നാട്ടുകാർ ഹാപ്പി അല്ല. ഓക്കെ, ഫസ്റ്റ് ഐ വിൽ ഷോ യു 2 സ്ക്രീൻഷോട്ട്സ്. ആൻഡ് ഒന്നെന്ന് പറയുന്നത്, ഞാൻ ഇപ്പം ഒരു പെൺകുട്ടിയുടെ പേരിലാണ് ഞാനിത് ഇത്രയും കേൾക്കേണ്ടി വന്നത്. സോ ഞാൻ ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് ആ പെൺകുട്ടി എനിക്ക് തന്ന റിപ്ലൈ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അത് ഞാൻ കാണിച്ചു തരാം. സെക്കൻഡ് എന്ന് പറയുന്നത്, കുറേ പേര് പറഞ്ഞു കുട്ടിയുടെ അച്ഛനെ ഞാൻ ഇല്ലാണ്ടാക്കി, കുട്ടിയെ ഇടയ്ക്ക് ഓർക്കാൻ അരുണിനോട് പറയണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറേ കമൻറ്റ്സ്. സോ അതിനുള്ള സ്ക്രീൻഷോട്ടാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത്. ഐ വിൽ ഷോ യു ദ സ്ക്രീൻഷോട്ട്. ഓക്കെ, ഇത് ഞാൻ ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ ചോദിച്ചു, ഞാൻ കാരണമാണോ നിങ്ങൾ ഡിവോഴ്സ് ആയത്? നോ, അല്ല എന്നുള്ള മറുപടി അതിലുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് കുറേ ഇഷ്യൂസ് ഞങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളത്. അവർ തമ്മിലുള്ള ഇഷ്യൂസ് ബേസ് ചെയ്തിട്ടാണ്. ഞാൻ മുന്നേ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലും പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിലുള്ള ഇഷ്യൂസിൻ്റെ ബേസിലാണ് അവർ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അതിൽ എന്നെ വലിച്ചഴക്കേണ്ട കാര്യമില്ല. അപ്പം ഞാനാണ് അവരെ റിലേഷൻ ബ്രേക്ക് ഡൗൺ ആവാൻ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബ്രേക്ക് ഡൗൺ ആവാൻ ഞാനാണ് റീസൺ എങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് പുറത്ത് വന്നിരുന്ന് പറയാം, ഐ ആം ദ റീസൺ ബിഹൈൻഡ് ഹിസ് ഡിവോഴ്സ് എന്ന്. ഓഫ് കോഴ്സ് അവർക്ക് പറയാം, അതിനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഐ നോ ഷി വാസ് എ സ്ട്രോങ് ഗേൾ. എനിക്കറിയാം, ഐ നോ അബൌട്ട് ഹെർ. ഞാൻ രണ്ട് വ്യക്തികളോടും ഞാൻ സംസാരിച്ച ഒരാളാണ്. ഞാൻ ഈ പെൺകുട്ടിയോടും സംസാരിച്ചതാണ്, അരുണിനോടും സംസാരിച്ചതാണ്. 2 പേരോടും ഞാൻ ഓപ്പണായിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ്. സോ അവരുടെ ഉള്ളിൽ നടക്കുന്ന അവരുടെ ഇടയ്ക്കുള്ള ഇഷ്യൂസ് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതിനി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല, കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം അത് അവർ തമ്മിലുള്ള ഇഷ്യൂസാണ്. അത് പറയാനുള്ള റൈറ്റ് എനിക്കില്ല. അവർക്ക് 2 പേർക്ക് വേണമെങ്കിൽ വന്നിരുന്ന് പറയാം, ബട്ട് എനിക്ക് അത് പറയാനുള്ള റൈറ്റ് എനിക്കില്ല. ഭാഗത്തെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇതിലേറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട്, ആ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് കാണിക്കേണ്ടി വന്നത്. ഈ പെൺകുട്ടിക്ക് ഞാൻ അയച്ച ചാറ്റ് എടുത്ത് കാണിക്കണം എന്നോ ഒന്നും എനിക്ക് 0.1% പോലും തീരെ താല്പര്യമില്ലാതിരുന്ന കേസായിരുന്നു. ബട്ട് ഞാനിങ്ങനെ ഡേ ബൈ ഡേ ഞാൻ ഫസ്റ്റ് ഐ തോട്ട് ദാറ്റ് ഇത് കുറച്ച് കഴിയുമ്പോൾ ഗ്രാജ്വലി ഇത് കുറഞ്ഞു വരും എന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് ഗ്രാജ്വലി ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഓൾമോസ്റ്റ് തട്ടിയെടുത്തെന്ന് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം ഇതിൽ കൂടുതൽ തെളിവ് എനിക്ക് തരാൻ പറ്റില്ല. ഓക്കെ, ആ ടൈമിൽ എനിക്ക് അരുണിനെ പോലും എനിക്ക് ആരെ അറിയില്ല. ഈ പറയുന്ന പെൺകുട്ടിയോ അരുണിനെയോ ഒന്നും എനിക്ക് അറിയത്ത് പോലുമില്ല. ഞാൻ ഔട്ട്സൈഡിൽ നിന്നാണ് ഇവരുടെ ഡിവോഴ്സിൻ്റെ ആ ഒരു ഇൻഫോർമേഷൻ ഞാൻ കേൾക്കുന്നത് പോലും. അരുൺ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് അരുൺ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഡിവോഴ്സിനെ പറ്റിയിട്ട്. രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്, എനിക്കത് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് കുറച്ച് സാഡൊക്കെ വന്നൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ
ഞാൻ എടുത്ത് വെച്ച ഒരു സ്ക്രീൻഷോട്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ആൻഡ് അത് ഇപ്പോൾ ഉപയോഗപ്പെടുകയും ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് 31st October. അതിൽ ഡേറ്റ് ഉണ്ട്. ഇറ്റ് വാസ് 31st October. കുഞ്ഞിനെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം ഹി വാസ് ഷെയറിങ് ഹിസ് എക്സൈറ്റ്മെൻറ്റ് വിത്ത് മീ. കാരണം അത് വളർന്നു വരുന്നൊരു കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മീൻസ് എന്താ പറയുക, അതിനുണ്ടാവുന്ന ഓരോ മാറ്റങ്ങൾ, അത് സംസാരിക്കുമ്പോഴുള്ള മാറ്റങ്ങൾ, കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാലും ഒരു അച്ഛനായ സ്ഥിതിക്ക് അതറിയാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതിങ്ങനെ സംസാരിക്കുമ്പം ഉള്ള ആ ഒരു ലവ് ബേർഡ്സ് പോലെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹി വാസ് എക്സ്പ്രസിങ് ഹിസ് ഹാപ്പിനെസ്. അതിലൂടെ അത് നല്ല എന്താ പറയുക, നല്ല ട്രാൻസ്പെറൻ്റായിട്ട് കാണാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആയിരുന്നു അത്. സോ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നതാണ്. എൻ്റെ പേരൊന്നും എനിക്കിതിനകത്ത് കൊണ്ടിട്ട് അതിനെയും പറയണമെന്നോ ഒന്നും എനിക്കില്ല. കാരണം അതൊരു ചെറിയ കുഞ്ഞാണ്. നാട്ടുകാർ പലതും പറയും, ഈവൻ അതിനെ വെച്ച് വരെ പറയുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് എൻ്റെ പേരും ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ ഉള്ള സംസാരം അതൊക്കെ നിർത്തുക. ഓരോരുത്തർക്കും അവരുടേതായ ലൈഫുണ്ട്. അവരുടേതായ ലൈഫിൽ അവരുടേതായ ഡ്രീംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അച്ചീവ് ചെയ്യാൻ ഇപ്പം നല്ലൊരു കാര്യത്തിനാണെങ്കിൽ ഈ പറയുന്ന ഇത്രയും ആൾക്കാരും കൂടെ നിൽക്കണം എന്നില്ല, ഈ കുറ്റപ്പെടുത്തുന്ന ഇത്രയും ആൾക്കാരും കൂടെ നിൽക്കണം എന്നില്ല. അതേസമയം ഒരു നെഗറ്റീവ് ആണെങ്കിൽ എങ്ങൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് പൊന്തി വരുന്നത്. ഈ എന്താ പറയുക, കുഴിക്കകത്തുനിന്ന് ഒരു പുഴു ഇങ്ങനെ പൊന്തി ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകും. അത് കണക്കുള്ള ടൈപ്പ് ഓഫ് പീപ്പിൾസ് ആണ് കംപ്ലീറ്റ്ലി ഇപ്പോൾ സൊസൈറ്റിയിലുള്ളത്. കാരണം ഒരാളെ ബ്ലെയിം ചെയ്യാൻ 100 പേരും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുവേ ഇപ്പോൾ സൊസൈറ്റിയിലുള്ളൂ. ഈവൻ എന്തിനാണെങ്കിൽ പോലും ഇപ്പം ഞാനൊരു കാര്യം അച്ചീവ് ചെയ്യാൻ നിൽക്കുകയാണ്, എൻ്റെ ഒരു ഡ്രീം ഞാൻ അച്ചീവ് ചെയ്യാൻ നിൽക്കാൻ, ഈ കമൻറ്റ് ഇട്ടതിൽ എത്ര പേര് നിൽക്കും എൻ്റെ കൂടെ? ആരും കാണില്ല. ബട്ട് ഞാനിപ്പോൾ ഒരു കുഴിയിലാണ്, എന്നെ കുറ്റപ്പെടുത്താൻ ഈ കമൻറ്റ് ഇട്ട് എത്ര പേര് കാണും? ഈ കമൻറ്റ് ഇട്ട മൊത്തം പേരും നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കാണും. കാരണം ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നമ്മൾ കയറി വരുന്നതൊന്നും ഒരിക്കലും ആൾക്കാർക്ക് പിടിക്കില്ല. അത് പ്രപഞ്ച സത്യമാണ്. ഒരു മനുഷ്യൻ നന്നാവുന്നത് വേറൊരു മനുഷ്യന് കണ്ടുകൂടാത്ത കാലത്തിലാണ് ഇപ്പോൾ റൈറ്റ് നൗ ഈ ജനറേഷൻ വളർന്നു വരുന്നതും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുഞ്ഞിനെ മറക്കരുത് എന്നൊക്കെ പറയുന്നു. കുഞ്ഞിനെ എല്ലാ മന്തും അവൻ കാണാൻ പോകുന്നുണ്ട്. ഈ കാണാൻ പോകുമ്പോഴൊക്കെ ഓരോ ഫോട്ടോ എടുത്തിട്ട് ഞാൻ കുഞ്ഞിനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിന് ഇന്ന സാധനങ്ങൾ ഞാൻ വാങ്ങി കൊടുക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ല ആർക്കും. ആ ഓരോരുത്തരുടെ ലൈഫാണ്, അവരുടെ പ്രൈവസിക്കുള്ളിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ എല്ലാ നാട്ടുകാരെ വിളിച്ച് ബോധ്യപ്പെടുത്തി ഓരോരുത്തരുടെ അടുത്തും പോയി ഞാൻ ഇന്ന് കുഞ്ഞിനെ കണ്ടേ, ഞാൻ കുഞ്ഞിനെ മറന്നിട്ടില്ലേ എന്ന് പറയേണ്ട ആവശ്യം ഒരാൾക്കില്ല. അത് മനസ്സിലാക്കുക. അതൊന്നും പറയണ്ടെന്ന് വെച്ചൊരാളാണ്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, അവരെന്തെങ്കിലും പറയട്ടെ, എൻ്റെ ഭാഗത്തെ ന്യായം എനിക്കറിയാം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. ബട്ട് പിന്നെയുള്ള ഈ ഹറാസ്മെൻറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഈ കമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയൊക്കെ അവോയ്ഡ് ചെയ്തു പറഞ്ഞാലും കുറേയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു നോട്ട് വീഴും. കുറച്ച് സങ്കടം നമുക്ക് എത്ര ഇതാണെങ്കിലും തോന്നും. ഈവൻ എനിക്ക് അമ്മയില്ല എന്നൊക്കെ വരെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ പേരൻസിൻ്റെ അമ്മയുണ്ട്, പപ്പയുണ്ട്, അനിയനുണ്ട്, അവനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ ഫാമിലി കംപ്ലീറ്റ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ മറ്റൊരാളിൽ നിന്ന് തട്ടിയെടുത്തതല്ലേ. ജ്യോതിമോൾ 6333 കമൻ്റ് ആണിത്. ഓക്കെ, മറ്റൊരാളിൽ നിന്ന് തട്ടിയെടുത്തതാണോ അല്ലയോ എന്ന് ആ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ വാച്ച് ഇറ്റ്. എവറിത്തിങ് യു ഡു കം ബാക്ക് ടു യു. ഓഫ് കോഴ്സ് ഐ ബിലീവ് ഇൻ കർമ്മ. ഓക്കെ, നിങ്ങൾ മാത്രമല്ല, ഏറ്റവും കൂടുതൽ കർമ്മയിൽ ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. ഈവൻ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, വരട്ടെ, ഞാനത് അനുഭവിക്കാനും തയ്യാറാണ്. തെറ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അത്രയും കോൺഫിഡൻസോടെ എനിക്ക് പറയാൻ പറ്റും, ഐ ഓൾസോ ബിലീവ് ഇൻ കർമ്മ. ഓക്കെ, എവറിത്തിങ് ഐ ഡു കം ബാക്ക് ടു മീ എന്ന് ബിലീവ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവൻ്റെ തൊലിക്കെട്ടി, അവൻ അത്യാവശ്യം നല്ല തൊലിക്കെട്ടിയുണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്സസ് മാർട്ടിൻ.
നിങ്ങൾ വന്ന് അവൻ്റെ തൊലിക്കെട്ടി, നിങ്ങൾ എല്ലാവരുടെയും തൊലിക്കെട്ടി അന്വേഷിക്കാൻ നടക്കുകയാണോ? കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ചില ആണുങ്ങൾക്ക് ഭാര്യമാരിൽ കാണാത്ത പലതും മറ്റ് സ്ത്രീകളിൽ കാണും. ദൈവം എല്ലാ സ്ത്രീകളെയും ഒരേപോലെയാണ് സൃഷ്ടിച്ചേക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാണ്ട് ഒരാൾക്ക് 2 തലയും അല്ല മറ്റൊരാൾക്ക് 3 തലയും ഒരാൾക്ക് 2 കൈയും വ്യത്യസ്തമായ രീതിയിലൊന്നും സ്ത്രീകളെ വ്യത്യസ്തമായ രൂപത്തിലൊന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്തായാലും. അതുകൊണ്ട് അവിടെ കാണാൻ പറ്റാത്തത് പ്രത്യേകിച്ച് ഒന്നും ഇവിടെയില്ല. കൂടെ ഇതുപോലെ ഭാര്യ ഉണ്ടെന്നറിഞ്ഞ് വെച്ചൊട്ടാൻ കുറേ സ്ത്രീകൾ, അങ്ങനെ പോകുന്ന സ്ത്രീകൾ പലതും ഉണ്ട്. ഐ നോ. നിങ്ങൾ അങ്ങനെ പോവാതിരിക്കുക, ഓക്കെ? അല്ലെങ്കിലും ചിലർക്ക് വേസ്റ്റ് വാരി തിന്നാൻ ഇഷ്ടമാണ്, ഓക്കെ? വേസ്റ്റ്, വാട്ട് യു മീൻ ബൈ വേസ്റ്റ്? ഞാൻ ഒരിക്കലും അവന് വേസ്റ്റ് വിളമ്പാൻ എന്തായാലും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ നല്ല വെറൈറ്റിക്ക് ബിരിയാണിയല്ല ഞാൻ കൊടുക്കുന്നത്, ഞാൻ നല്ല വെറൈറ്റിക്ക് ഫ്ലേവേഴ്സും ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടൊക്കെയുള്ള നല്ല ഹോങ്കോങ് റൈസാണ് ഞാൻ കൊടുക്കാറ്. ഇത്രയും ചോദിക്കാൻ തൊലിക്കെട്ടിയുള്ള നിങ്ങൾക്ക് അവൻ്റെ അടുത്ത് പോയി ചോദിക്കാം, വീട്ടിൽ വേസ്റ്റാണോ നീ തിന്നുന്നത് എന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി യു ക്യാൻ ആസ്ക്. കേട്ടോ മിസ്റ്റർ ആൻഡ് മിസ്സസ് മാർട്ടിൻ? ദൈവത്തെ ഓർത്ത് ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് തലയിടാണ്ടിരിക്കുക, ഓക്കെ? നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്ന ഇത്രയും നേരം ചിലവഴിക്കുന്നു, ആ കാര്യം നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യത്തിന് ചിലവഴിക്കും. എത്രയോ പേര്, ഇപ്പം ഒത്തിരി പേരുണ്ട് നമ്മുടെ ഈ RCCയിൽ. എവിടാ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. ട്രിവാൻഡ്രത്താണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം RCCയുടെ ഫ്രണ്ടിൽ ഒരു നേരത്തെ മെഡിസിൻ വാങ്ങാൻ പൈസ ഇല്ലാത്ത, ഒരു നേരത്തെ ഫുഡ് വാങ്ങാൻ പൈസ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്, കുറേ ഫാമിലീസ് ഉണ്ട് അവിടെ. ഇത് നിങ്ങൾക്കൊക്കെ അഹങ്കാരമാണ്, സീരിയസ് ആയിട്ടും അഹങ്കാരമാണ്. എല്ലാം തികഞ്ഞതിൻ്റെ, ദൈവം എല്ലാം തരുന്നതിൻ്റെ അഹങ്കാരമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും അവൻ കോന്തനാണ്, നീ എന്ത് കണ്ടിട്ടാണ് അവൻ്റെ കൂടെ പോയത്? ഒരാളുടെ സൗന്ദര്യം അയാളുടെ ഫേസിലല്ല ഇരിക്കുന്നത്, അയാളുടെ മനസ്സിലാണ്, ഓക്കെ? അയാളുടെ പ്രവൃത്തിയിലും അയാൾ ചെയ്യുന്ന കാര്യങ്ങളിലും ഒക്കെയാണ് അയാളുടെ സൗന്ദര്യം എന്ന് പറയുന്നിരിക്കുന്നത്. അല്ലാണ്ട് നോട്ട് ജസ്റ്റ് ഇൻ ഫേസിൽ നമുക്ക് സൗന്ദര്യം കൂട്ടാം, കുറയ്ക്കാം, എന്ത് വേണോ ചെയ്യാം. ഇപ്പോഴത്തെ കാലമാണ്. ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്, പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഷേപ്പും കാര്യങ്ങളും ഒക്കെ മാറ്റുന്നവരുണ്ട്. സോ അത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. കളറ് അല്ലെങ്കിൽ സൗന്ദര്യം, പണം, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു എ ലൈഫ്. നമുക്കിപ്പോൾ പണം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ ബോഡി വേണം ഫസ്റ്റ്. നമുക്കത് നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സമാധാനം വേണം. സോ ഫസ്റ്റ് ഒരു മനുഷ്യൻ സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് അവർക്കുള്ള ഫ്രസ്ട്രേഷൻ ഇതേ കണക്ക് സമയം ചെലവഴിച്ച് ബാക്കിയുള്ളവരുടെ കമൻറ്റ് ബോക്സിലല്ല പോയി തീർക്കേണ്ടത്. എന്നിട്ട് അതിനാരെങ്കിലും റിപ്ലൈ ഇടുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാനിരിക്കുക. ഇതിങ്ങനെ തുടർന്ന് അങ്ങ് പോവുക. നിങ്ങൾ ഈ ചെലവഴിക്കുന്ന ടൈം നിങ്ങൾ ഒന്നും വേണ്ട, വീട്ടിലിരുന്നിട്ട് ഒരു 2 പൊതിച്ചോറ് തയ്യാറാക്ക്. ഈ പൊതിച്ചോറ് നിങ്ങൾ RCCയുടെ ഫ്രണ്ടിൽ പോയിട്ട് 2 പേർക്ക് ഫുഡ് കഴിക്കാൻ ഇന്ന് പൈസ ഇല്ലാത്ത 2 പേർക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക. നിങ്ങൾക്ക് അത്രയും പുണ്യം കിട്ടും. ഈ കമൻറ്റ് ഇടുന്നതിനേക്കാൾ വലിയ പുണ്യമായിരിക്കും നിങ്ങൾ കിട്ടുന്നത്. മുന്നേ പറഞ്ഞല്ലോ കർമ്മ എന്ന്. നിങ്ങൾ ആ ചെയ്യുന്ന കർമ്മ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നാളെ കാലത്ത് എന്തെങ്കിലും ഒരു ബാഡ് വരുമ്പോൾ അത് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് ഗുഡായിട്ടേ നിങ്ങൾക്ക് വരുള്ളൂ. സോ എനിക്ക് ആരടുത്തും ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇത്രയും കിടന്ന് എന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ബ്ലെയിം. പിന്നെ സിനി ലൈഫ്, ഞാനൊരു കാര്യം പറയട്ടെ. അവർ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അവരിട്ട വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രസവിക്കേണ്ട നേരം കഴിഞ്ഞു. ആൻഡ് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനുള്ള റീസൺ സിനി ലൈഫിൻ്റെ കുറേ വീഡിയോസാണ്. ആൻഡ് ഞാൻ ലീഗലി മൂവ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം. ആൻഡ് ഞാനത് ലീഗലി മൂവ് ചെയ്യും. ഇത്രയും കാര്യങ്ങളെ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ആൻഡ് കുറച്ചൊക്കെ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ടോപ്പിക്കുമായിട്ട് ഞാനിനി ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ എത്തില്ല. ആഫ്റ്റർ 1 month I will remove all the videos that I have posted about on this case. ആൻഡ് അത്രയേ ഉള്ളൂ. സമാധാനത്തോടെ എല്ലാവരെയും, എന്നെ മാത്രമൊന്നല്ല എല്ലാവരെയും ജീവിക്കാൻ അനുവദിക്കുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലൈഫുണ്ട്. അവരുടേതായിട്ടുള്ള ലൈഫിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് നാട്ടുകാരല്ല പോയി തീരുമാനിക്കേണ്ടത് ബാക്കിയുള്ളവരുടെ ലൈഫ് എന്ന് പറയുന്നത്. അവരുടേതായ ലൈഫിൽ അവരുടേതായ ചോയ്സ്, ഡ്രീംസ്, കാര്യങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞു ആക്ടിങ് നിർത്തരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ടിങ് ഒന്നും നിർത്തിയിട്ടില്ല. ഞാൻ വർക്കില്ല. ഐ വാസ് ട്രൈങ് ടു ജോയിൻ എ ന്യൂ വർക്ക്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് അർജൻറ്റായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രം ഈ വീഡിയോ ഞാൻ ചെയ്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, ടാറ്റ.